ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി അതിർത്തി രേഖപ്പെടുത്തി. ഇന്ത്യക്ക് സുരക്ഷിതമായ പാത ഒരുക്കണമെന്ന മുന്നറിയിപ്പും ഇറാന് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യൻ കപ്പലുകളായ ജഗ് അർണബ്, സൽമാർ ഹെറാൾഡ് എന്നിവയ്ക്കെതിരെ നടന്ന ആക്രമണം സ്ഥിരീകരിച്ചത്. ഇറാഖിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയായിരുന്നു രണ്ട് കപ്പലുകളിലും ഉണ്ടായിരുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇറാൻ അംബാസഡർ ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ചുവരുത്തി. കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരത്തെ നൽകിയിരുന്നതുപോലെ സുരക്ഷിതമായ പാത ഉറപ്പാക്കണമെന്ന് ഇറാന് മുന്നറിയിപ്പും നൽകി. ഇന്ത്യയുടെ സന്ദേശം ഇറാനിലെ അധികാരികളെ അറിയിക്കാൻ പ്രതിനിധിയോട് വിദേശകാര്യ സെക്രട്ടറി നിർദ്ദേശം നൽകി. അരമണിക്കൂറാണ് ഇറാന്റെ പ്രതിനിധിയും വിദേശകാര്യ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. അതേസമയം ആക്രമണം നേരിട്ട ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാർക്ക് പരിക്കില്ല എന്ന് UK മാരിടൈം ഏജൻസി അറിയിച്ചു. രണ്ട് കപ്പലുകളും ഒമാൻ തീരത്തേക്ക് തന്നെ മടങ്ങിപ്പോയിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.